അമേരിക്കയെ യൂറോപ്പും കൈയൊഴിഞ്ഞിരിക്കുന്നു. അതെ, യുദ്ധാനന്തരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങൾ രൂപീകരിക്കാൻ ഒരുങ്ങുന്ന വിശാലമായ സഖ്യത്തിൽ അമേരിക്ക ഇല്ല കേട്ടോ. വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് കപ്പലുകൾക്ക് സുരക്ഷിത പാത ഉറപ്പാക്കുക, കടൽ മൈനുകൾ നീക്കം ചെയ്യുക, നാവിക കപ്പലുകൾ വിന്യസിക്കുക എന്നിവയാണ് ഈ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഈ സഖ്യത്തിന്റെ രൂപീകരണം നിലവിലെ സംഘർഷങ്ങൾക്ക് ശേഷമായിരിക്കുമെന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്നും നിലവിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവയെ ഒഴിവാക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പറയുന്നത്. എന്നാൽ അതേസമയം അമേരിക്കയുടെ എടുത്ത കർക്കശ നിലപാടല്ല കേട്ടോ ഇറാനോടുള്ളത് എന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇറാൻ, ഒമാൻ തുടങ്ങിയ പ്രാദേശിക ശക്തികളുമായുള്ള ഏകോപനം ഈ സഖ്യത്തിന് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ അംഗീകാരത്തോട് കൂടിയാവും ഈ സഖ്യത്തിന്റെ പ്രവർത്തനം എന്നു തന്നെയാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയോടുള്ളത് കർക്കശ നിലപാട് തന്നെയാണ് കേട്ടോ. കാരണം US കമാൻഡ് ഇല്ലാതെയാവും ഈ പ്രദേശത്ത് യൂറോപ്യൻ നാവികസേന പ്രവർത്തിക്കുക എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അടിവരയിട്ടുകൊണ്ട് മാക്രോൺ വാൾസ്ട്രീറ്റ് ജേണലിനോട് പറഞ്ഞത്. ഈ പദ്ധതിയിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാധാരണയായി വിദേശ സൈനിക ഇടപെടലുകൾ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു രാജ്യമാണ് കേട്ടോ ജർമ്മനി. ശക്തമായ സാമ്പത്തിക സ്രോതസ്സുകളും അത്യാധുനിക നാവിക സജ്ജീകരണങ്ങളുമുള്ള ജർമ്മനിയുടെ ഈ താല്പര്യം സഖ്യത്തിന് ഗുണകരം തന്നെയാണ്. ഈ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും വെള്ളിയാഴ്ച ഡസൻ കണക്കിന് രാജ്യങ്ങളുടെ ഒരു ഓൺലൈൻ യോഗവും വിളിച്ചു ചേർക്കാൻ പോവുകയാണ്. യൂറോപ്പും US തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ നിർദ്ദേശം വരുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ബലപ്രയോഗത്തിലൂടെ കടലിടുക്ക് വീണ്ടും തുറക്കാൻ സഹായിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ സഖ്യകക്ഷികളോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇത് യൂറോപ്യൻ നേതാക്കൾ തള്ളുകയായിരുന്നു. അത്തരമൊരു നീക്കം സംഘർഷം വർദ്ധിപ്പിക്കാനേ സഹായിക്കുമെന്നാണ് അവർ അന്നു നൽകിയ മുന്നറിയിപ്പും അവരുടെ അന്നത്തെ നിലപാടും. ചൈനയും ഇന്ത്യയും ഈ ചർച്ചകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം മുടങ്ങിയത് യൂറോപ്പിൽ വലിയ ഇന്ധന പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുകയാണ്. അതാണ് ഈ പുതിയ സഖ്യത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും പ്രേരിപ്പിക്കുന്നതും.